നമസ്കാരം. ലോകത്ത് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് അമേരിക്കന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. കുടിച്ച വെള്ളത്തിൽ വെച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലെബനനിൽ കയറി തകർത്ത് നടമാടി ഇസ്രായേൽ. ഇറാൻ പറഞ്ഞു, ലെബനനെ കയറി അടിച്ചാൽ, ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് ആ പണി നിർത്തിക്കാളാന്ന് പറഞ്ഞു. 7 ആഴ്ച ആ പണി നിർത്തി വെറുതെ ഇരിക്കായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കൊട്ടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ അടിയാണ് ലെബനനിൽ കയറി അടിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല അടി നേരെ ഇസ്രായേലിലേക്ക് അങ്ങ് കൊടുത്തു. ഇറാൻ പറയുന്നത് പോലെ ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത വിധത്തിൽ കൊടുത്തു. കഴിഞ്ഞ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ സംഭവിച്ചതാണ്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ തീയതി ഇട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. മനസ്സിലാക്കണം, അത്രത്തോളം ഭീകരമായിട്ടുള്ള തേർവാഴ്ച ഇറാൻ ഇസ്രായേലിൽ നടത്തി. അത് കണ്ട് ട്രംപ് പേടിച്ചു. ഒരു കാര്യം മനസ്സിലായി. 4 ദിവസം കൊണ്ട് അമേരിക്ക ഇറാനെ പൂട്ടുമെന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ 4 ദിവസം വേണ്ട, ഇക്കണക്കിന് പോകണമെങ്കിൽ ഇസ്രായേൽ ഈ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി വരും. അതുകൊണ്ട് വെടിനിർത്തൽ ആവശ്യമാണ്. ഉടനെ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നു. പാകിസ്ഥാന്റെ പ്രതിനിധി വേഗം ഇറാനിലേക്ക് പോകുന്നു. എന്നാൽ ട്രംപ് പാകിസ്ഥാൻ മുഖാന്തരം കാല് പിടിച്ച് ലേലുല്ലു, ഇനി അങ്ങനെ അടിക്കൂല, ഇങ്ങനെ അടിക്കൂല, ഒന്നും ചെയ്യില്ല, ഇതും ചെയ്യില്ല, അടി നിർത്തണം. ഓക്കെ, നിർത്തി. ഒരു കാര്യം അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിന് അറിയാം, ഇറാൻ എത്തിക്സ് വിട്ട് കളിക്കൂലാണ്. വാക്ക് പറഞ്ഞ വാക്കാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആരാണോ അടിക്കുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ സഖ്യരാജ്യങ്ങളെ ആരാണോ അടിക്കുന്നത്, അവരെയാണ് ഇറാൻ കയറി അടിക്കുക. ഈ ഇസ്രായേലിനെ അടിക്കരുത്, ഇസ്രായേൽ തകർന്നു പോകും എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെ കൊണ്ട് അടി നിർത്തിയതിന് ശേഷം, അല്ല, ഇറാനിലും നാശമുണ്ട് കേട്ടോ. ഇറാന്റെ പല ഭാഗങ്ങളും തകർത്ത് കളഞ്ഞു ഇസ്രായേൽ കഴിഞ്ഞ യുദ്ധത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട്. പക്ഷേ നാശനഷ്ടം ബഹുഭൂരിപക്ഷം ഉണ്ടായത് ഇസ്രായേലിലാണ്. ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യമാണല്ലോ. ആ കൊച്ചു രാജ്യത്ത് ഇത്രയും മിസൈലുകളൊക്കെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല. സർവ്വനാശമായിപ്പോയി, അമ്മാര് നാശവും തീകത്തിലുമായിപ്പോയി അവിടെ സംഭവിച്ചത്. അത് കണ്ടിട്ടാണ് ട്രംപ് പേടിച്ച ആളെ വിട്ടത്. ഏതായാലും യുദ്ധം നിർത്തി. പാകിസ്ഥാനെ നാള് പോയി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇനിയൊന്നും ചെയ്യൂല, ലേലുവല്ലോ എന്ന് പറഞ്ഞു, നിർത്തി. ആ സമാധാനത്തിൽ ലോകം മുഴുവൻ യുദ്ധം അവസാനിച്ചല്ലോ എന്ന് സമാധാനിക്കുകയും ചെയ്തു. എന്നിട്ട് അതേ ട്രംപ് ചെയ്ത പണി എന്താ? മറുവഴിക്ക് കൂടി നേരെ ഇറാനെ കയറി അടിക്കുക. അമേരിക്ക ഇറാനെ അടിക്കുമ്പോൾ ഇറാൻ അമേരിക്കയിൽ പോയി ആ അമേരിക്കൻ രാജ്യത്തെ അല്ല അടിക്കുന്നത്, അമേരിക്കയുടെ ബേസുകൾ പശ്ചിമേഷ്യയിൽ എങ്ങുമുണ്ട്. അതായത് ട്രംപിന് ധൈര്യമായിട്ട് ഇറാനെ ചൊറിയാം. ഇറാനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കന്റെ ബേസുകൾ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ, കുവൈറ്റ് ആകട്ടെ, ഖത്തർ ആയിക്കോട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഏതോ ആയിക്കോട്ടെ, ഏത് രാജ്യമായാലും ആ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ബേസുകളുണ്ട്. ആ ബേസുകളിലേക്കാണ് യുദ്ധം തൊടുത്തുവിടുന്നത്. അവിടെയാണ് സർവനാശം. അതായത് ഈ സമീപ രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെയാണ് ഇറാൻ മിസൈലുകൾ അയക്കുന്നത്. അമേരിക്ക ആണ് അടിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ഇതാണ് ഒരു വലിയ അപകടം എന്ന് പറയുന്നത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമേഷ്യയിലെ ബേസുകൾ അവരുടെ ബേസുകളാണ്. ആ ബേസുകൾ മാത്രമാണ് തകരുന്നത്. അത് ആ രാജ്യത്താണ്. അമേരിക്ക ഇത് ബാധിക്കുന്നില്ല. അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അത് പിന്നീട് അവർ റെഡിയാക്കുള്ളൂ. കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും 2 രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഏതായാലും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നുള്ള വാർത്ത വളരെ വളരെ വിഷമമുണ്ടാക്കുന്നതാണ്, ആശങ്ക ഉണർത്തുന്നതാണ്. യുദ്ധം നിർത്താൻ പോകുന്നു, അവസാനിപ്പിക്കാൻ പോകുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത്തരത്തിൽ പറയുന്ന ആ പ്രസ്താവനകൾ അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് വായിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഉടൻ തന്നെ നേരെ യുദ്ധം അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മിസൈൽ അയക്കുക, ബോംബിടുക, ഇതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അടുത്ത ഫ്ലൈറ്റ് അങ്ങോട്ട് അയക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, ഹോർമുസ് സ്ട്രൈറ്റിന് സമീപം വെച്ചിട്ട് അമേരിക്കന്റെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള അപ്പാച്ചെ ഹെലികോപ്റ്റർ അത് തകർന്നു വീണു. ഇറാൻ ആദ്യം പറഞ്ഞത് ഞങ്ങളറിയില്ല, ഒന്നും ചെയ്തില്ല. ഈ ഇറാന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്താൽ ചെയ്തു എന്ന് പറയും, ചെയ്യുമെങ്കിൽ ചെയ്യുമെന്ന് പറയും, ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇവിടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണു എന്ന് അത് പക്ഷെ ഇറാൻ പറഞ്ഞില്ല, ഞങ്ങളാണ് വെടിവെച്ചത് ഇട്ടതെന്ന് പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുറച്ച് കഴിഞ്ഞപ്പോ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അത് ഇറാനാണ് അതിന്റെ പിന്നിലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇറാനെ കയറി ഇറാന്റെ ദ്വീപുകളിലും അവിടെ ഇവിടെ കയറി ഇങ്ങോട്ട് അടിക്കുകയാണ്, വേരിജാതി അടിക്കുകയാണ്. അമേരിക്ക പറയാണ് ഇറാന്റെ മാരകമായിട്ടുള്ള ഷഹീദ് എന്ന് പറഞ്ഞൊരു 1 വേ അറ്റാക്ക് ഡ്രോൺ ഉണ്ട്. ആ ഡ്രോണ് ഇടിച്ചു കയറ്റി അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തു എന്നാണ് പറയുന്നത്. ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷയുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതുവഴി പോകുന്ന MA യൂസുഫ് അലിന്റെ ഹെലികോപ്റ്ററിനെ പോലെ നിങ്ങൾ കാണരുത്. ആ ഹെലികോപ്റ്ററിന്റെ ഏഴയിലത്തേക്ക് ഒരു മനുഷ്യന് കടന്നെല്ലാൻ പറ്റൂല, ഒരു മനുഷ്യൻ നിർമ്മിത ഒരു സാധനം കടന്നെല്ലാൻ പറ്റൂല. അത്രയ്ക്ക് സുരക്ഷയുള്ളതാ. അങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഈ F-35 എന്ന് പറയുന്നത് പോലെ അത്രത്തിന് വാല്യൂ ഉള്ള സാധന.
ഈ ഇറാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാൽ, അവർക്ക് എന്തെങ്കിലും പറ്റിയാലും ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ പരിപാടിയൊന്നുമില്ല. ട്രംപിനെ പോലെ നുണ പറയില്ല. ഇവരുള്ളവരുള്ളതുപോലെ പറയും. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറെ പ്രദേശത്ത് അമേരിക്കൻ ആക്രമണത്തിൽ കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, ചില ഭാഗത്ത് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. അതിലൊന്നും ഇപ്പൊ കേഷൻ ദ്വീപാണ്. കേഷൻ ദ്വീപില് അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വലിയ ചില കേന്ദ്രങ്ങളുണ്ട്, അവിടെ വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സിറിക് തുറമുഖമുണ്ട്, ആ ഹോർമുസ് കടലിന്റെ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്ന സിറിക് തുറമുഖ നഗരം, അവിടെ US മിസൈലുകൾ പതിച്ചായിട്ട് വാർത്ത വരുന്നുണ്ട്. പിന്നെ ബന്ദർ അബ്ബാസ്, അജാസ് കൗണ്ടി പോലെയുള്ള പ്രദേശങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ അതിന് കടുത്ത ഭാഷയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാന് നേരെ ഉണ്ടാകുന്ന ഒരു ഭീഷണിയും ഒരു ആക്രമണവും ഒരു മുട്ടുസൂചി വീണാലും അതിന് മറുപടി ഇല്ലാതെ വിടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇനി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വ്യോമ താവളങ്ങൾ തകരാൻ പോവുകയാണ്. അതുപോലെ ഇസ്രായേല് ലെബനനിലോ മറ്റോ കയറി വീണ്ടും അടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലും തകരാൻ പോവുകയാണ്. അതായത് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്ക് തോന്നുന്നില്ല. ഒരറ്റത്തുനിന്ന് ആരെങ്കിലും ഒതുക്കാൻ നോക്കുമ്പോൾ ട്രംപ് തന്നെ അടുത്ത ഭാഗത്തുനിന്ന് തുടങ്ങും. കാരണം ട്രംപിനും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അതേ അവസ്ഥയാണ്. ട്രംപിന്റെ അന്ത്യശാസനവും അക്രമവും ഈ രീതിയിലുള്ള തകർച്ചയും ഒക്കെ ഇറാനിൽ സംഭവിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോൾ ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിലെ പല ഭാഗത്തും കിടപ്പുണ്ട്, അവരുടെ പല ബേസുകളിലും ഉണ്ട്. അത് ബേസുകളിൽ തന്നെ ആവണമെന്നില്ല, പശ്ചിമേഷ്യയിൽ നിങ്ങളുടെ സൈന്യമുണ്ട്. അവർ ഒരുപക്ഷെ ക്രോസ് ഫയറിലോ മറ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളിലോ ഒക്കെ ചിലപ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സൈന്യത്തിന് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വേഗം പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുകെട്ടിട്ട് സ്ഥലം വിട്ടോ എന്നാണ് പറഞ്ഞത്. കാര്യം ഇനി നിങ്ങൾ പശ്ചിമേഷ്യയിൽ നിൽക്കുകയാണ്, നിങ്ങൾ പട്ടാളക്കാരെ പശ്ചിമേഷ്യയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറാൻ ഒരു ദാക്ഷിണ്യവും അവർ മേൽ കാണിക്കില്ല, അവരെ തീർത്ത് കളയും, കത്തിച്ച് കളയും എന്ന് തന്നെയാണ് ഇറാൻ അന്ത്യശാസനം കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ യുദ്ധം നിർത്തലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇറാൻ ഇസ്രായേലിനെ കഴിഞ്ഞ ദിവസം അടിച്ചതുപോലെ ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ പൂർണ്ണമായും തകരും എന്നുള്ളൊരു ഭയം, ആ ഭയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ രക്ഷിക്കാനും ഇറാനെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥയിൽ സമാധാന ചർച്ചയ്ക്ക് ശ്രമിച്ചത്. എന്നാൽ ആ തന്ത്രങ്ങൾക്കിടയിലും അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തിയതോടെ മേഖലയിലെ സാഹചര്യം കൂടുതൽ വഷളാകുകയും ആഗോള സമാധാനത്തെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അതാണ് ചെയ്തത്. 7 ആഴ്ച യുദ്ധം നടത്താതിരുന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഇത്രയും തിരിച്ചടി കൊടുത്തിട്ട് അമേരിക്കയുടെ തന്നെ അഭ്യർത്ഥന കൊണ്ട് ഇറാനും ഇസ്രായേലും ഒക്കെ യുദ്ധം നിർത്തിയിട്ടും ഇതേ അമേരിക്ക തന്നെ വീണ്ടും കുളം കലക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള പട്ടാളക്കാരെയും അമേരിക്കയിലെ പശ്ചിമേഷ്യയിലുള്ള താവളങ്ങളെയും അതുപോലെ തന്നെ ലോക സമാധാനത്തെയും ഒന്നും പുല്ലുവില പോലും കൊടുക്കുന്നില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ആയുധ കച്ചവടം നടക്കണം, യുദ്ധം നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുതൽ കട്ടെടുക്കണം. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ എണ്ണയുണ്ട്, ഹാർഗ് ദ്വീപ് അവർക്ക് വേണം, ഇറാനിൽ കുറച്ച് യുറേനിയം ഉണ്ട്, അതവർക്ക് വേണം. അതൊക്കെ കിട്ടുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പശ്ചിമേഷ്യ അശാന്തിയുടെ വിടതലമാക്കി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ ട്രംപിനെ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ലോകത്തിന്. Different angles. Don't forget to subscribe and support this channel.